ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ നമ്മുടെ അനുമോൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വഴി എല്ലാവരെയും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് MLA ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ ഈ നമ്മുടെ ബാലനെ. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ അയാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ലൊരു അച്ഛനാണ്, എന്തായാലും മകൾക്ക് വേണ്ടി ഇത്രയും ത്യാഗമൊക്കെ നിങ്ങൾ ചെയ്തില്ലേ, എന്തായാലും മകളുടെ ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് MLA ചോദിക്കുക കേട്ടോ. അങ്ങനെ തന്നെ ഓടി വന്ന് അനുമോൾക്ക് കൊടുക്കുന്നുണ്ട് ഫോണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അനുമോളെ, എന്തായാലും അച്ഛനെ പോലെ ഒരാളെ നിനക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അച്ഛന് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, എന്തുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ചില കാര്യങ്ങളും മീറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഒരു മീറ്റിങ്ങിന് അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അതുപോലെ മോളും വരണം. ശരി, ഓൾ ദ ബെസ്റ്റ്, മോളൊന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഗോമതിയും ബാക്കി എല്ലാവരും കൂടെ വലിയ സന്തോഷത്തോടു കൂടി വന്നിട്ട് ഗോമതി വന്ന് ബാലനോട് ചോദിക്കുന്നുണ്ട്, ബാലട്ട് ആ കൈ ഒന്ന് തരാമോ എന്ന്. കൈ പിടിച്ച് ഷേക്കാൻ്റെ ഒക്കെ കൊടുക്കാൻ കേട്ടോ. അതോടെ അനുമോളുടെ മുഖത്ത് നല്ലൊരു ചിരിയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ബാലൻ ചെന്ന് ചോദിക്കുകയാണ്, മോളെ നിനക്കിപ്പോൾ എല്ലാത്തിനും ധൈര്യമായല്ലോ അല്ലേ? അപ്പോൾ നല്ല ധൈര്യമുണ്ട് അച്ഛാ, ഇപ്പോൾ എനിക്ക് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ധൈര്യമുണ്ടെന്ന് പറയാം. എന്നാൽ നാളൊരു കാര്യം ചെയ്യണം. നാളെ മുതൽ ഇനിയിപ്പോൾ കോടതിയിൽ അലോകിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, അനുമോളെയും വിളിക്കും. ആ സമയത്ത് നീ കൃത്യമായിട്ട് എല്ലാത്തിനും ഉത്തരം പറയണം, പതറരുത്, പേടിക്കുകയും ചെയ്യരുത്. കാര്യം ഇനി നിനക്കെന്നല്ല, ഇതുപോലെ ഒരു പെൺകുട്ടികളും ഇതുപോലുള്ളവന്മാരെ കണ്ട് പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ശരിയാണ് അച്ഛാ, എനിക്കിപ്പോൾ ധൈര്യമുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയും. എന്നിട്ട് ഞാൻ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കും അച്ഛാ. അങ്ങനെ തന്നെ വേണം. സ്ത്രീകളെ ദ്രോഹിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള ശിക്ഷ കിട്ടണം. നിന്നെപ്പോലെ ധൈര്യത്തോടുകൂടി പെൺപിള്ളേർ വളരണം എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കാം കേട്ടോ. കൃഷ്ണമംഗലത്താണെങ്കിൽ ധർമ്മനാകെ അസ്വസ്ഥനാണ് കേട്ടോ. കാരണം ഈ അച്യുതൻ്റെ പ്രവൃത്തി തീരെ പിടിക്കുന്നില്ല. അച്യുതനാണെങ്കിൽ ഒരു കട നമ്മുടെ ധർമ്മന് ഇട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം പറയണമെങ്കിലും ദേവമംഗലത്തെ ബാലിനെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്ന് അത് നന്നായിട്ട് ധർമ്മൻ അറിയാം. അതുകൊണ്ട് അമ്മയോട് വന്ന് സങ്കടം പറയാട്ടോ, അമ്മേ ദേവമംഗലത്ത് പിണങ്ങി ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നു, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു തോന്നുന്നു. എന്താടാ ധർമ്മ നീ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഓരോന്നാലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. എടാ നീയും സുകന്യ നിങ്ങളിവിടെ വന്നതേ നിനക്ക് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ബാധ്യതയായെന്ന് നിനക്ക് തോന്നിയോ? അതാണോ? ഇല്ല, അങ്ങനെയൊന്നും നിങ്ങളാരും ചിന്തിക്കില്ല, അതെനിക്ക് അറിയാമേ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയല്ല. എൻ്റെ ഏട്ടന്മാരുടെ കയ്യിലൊരു ആയുധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദേവമംഗലത്തുകാരുടെ ശത്രുതയും അതിനു വേണ്ടി പരിഹാരം കാണാൻ ഇവരെ എന്നെ മുന്നിൽ നിർത്തി ഓരോന്നും ചെയ്യാൻ വേണ്ടി പോവുക. അതുമാത്രമല്ല, അച്ചോടൻ എന്നോട് പറയുകയും ചെയ്തു, ഞാൻ അവരുമായിട്ട് അകന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇനിയും പറയാനുള്ളതല്ല ഞാൻ അവരുടെ മുഖത്തേക്ക് പറയും അമ്മേ. എന്നാലും ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും എനിക്ക് കൂട്ടി നിൽക്കാൻ പറ്റില്ല. എടാ നീ പറയുന്നത് 100% ശരി തന്നെയാണ്. പക്ഷെ നിനക്കൊരു ജീവിതമാർഗ്ഗമൊക്കെ വേണ്ടേ? ചേട്ടന്മാരും രണ്ടുപേരും കൂടെ തന്ന് അനിയനൊരു കട തുടങ്ങിത്തരാമെന്ന് പറയുമ്പോൾ അത് എതിർക്കണ്ട. അത് ഏതാന്നൊക്കെ നോക്കട്ടെ. നാളെ കടയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ആരോ വരുന്നുണ്ടല്ലോ, അവരൊക്കെ വരട്ടെ. അമ്മ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ വ്യക്തമാകട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം, കുഴപ്പമില്ല. പക്ഷേ അമ്മേ, ഞാൻ അമ്മയടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. അലോകിൻ്റെ കേസിൻ്റെ കാര്യത്തിൽ വാദം തുടങ്ങുമല്ലോ, അതിൽ അമ്മയുടെ അഭിപ്രായം എന്താണ്? എടാ അവൻ നമ്മുടെ കൊച്ചു മോനല്ലേ, അവനെ ശിക്ഷിക്കണമെന്ന് ഞാൻ പറയുമോ? വെറുതെ വിടണമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ എൻ്റെ ആഗ്രഹം അങ്ങനെയല്ല കേട്ടോ അമ്മേ. പിന്നെ എങ്ങനെയാണ്? അവന് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അനുമോളെ അവൻ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, അതാ ഞാൻ പറയുന്നത് എന്നും പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് പോകണം കേട്ടോ. അങ്ങനെ ആകാശമാണെങ്കിലേ വീട്ടിൽ വന്നിട്ടും ആകാശിൻ്റെ സംശയം അങ്ങോട്ട് മാറണില്ല. അച്ഛൻ ഈ ധൈര്യം എവിടുന്നാണ് വന്നത്? സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ലൈവ് പോകാനും, അല്ലെങ്കിൽ അച്ഛൻ ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുത്തത്? അച്ഛന് ഫോണിനെക്കുറിച്ചൊരു ABCD അറിയില്ല. അപ്പം നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, എങ്ങനെയുണ്ടാവൻ? ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആകാശേ. എനിക്ക് തോന്നുന്നു ഒന്നീ ആനന്ദേട്ടൻ പറഞ്ഞു കൊടുത്താണോ, അതോ മിത്ര പറഞ്ഞു കൊടുത്താണോ, അതോ ഇനി അനുമോളോ, ആരാ പറഞ്ഞു കൊടുക്കാൻ? ധർമ്മമോ പറഞ്ഞു കൊടുത്താണോ എന്നൊക്കെ ഇങ്ങനെ സംശയിക്കുക കേട്ടോ. അവസാനം മീനാക്ഷി പറയാം, ലോകത്തുള്ള എല്ലാവരുടെ പേരും പറഞ്ഞു, എൻ്റെ പേര് ആകാശ് പറഞ്ഞോ? എടി നീയാണോ അച്ഛൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് വല്ല ആവശ്യമുണ്ടോ ഇടി നിനക്ക്? പിന്നെ അച്ഛൻ എന്നോട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങണം എങ്ങനെയെന്ന് ചോദിച്ചു. ഞാനതെല്ലാം പറഞ്ഞു കൊടുത്തു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആകാശേ. അച്ഛൻ്റെ ധൈര്യം അത് സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. തന്നെ എടി മീനാക്ഷി, എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് എന്നെ കുറേ തെറി പറഞ്ഞു. എന്തിനാ? ഞാനേ അച്ഛനെക്കുറിച്ച് ഇവന്മാരോടൊക്കെ പറഞ്ഞിരിക്കണം അങ്ങനെയാണല്ലോ, ഒരു പഴഞ്ചനാണെന്ന്. അച്ഛൻ ഇത്ര സ്മാർട്ടായിട്ട് ഇതിലൊക്കെ സംസാരിച്ചപ്പോൾ അവന്മാരെന്നെ വിളിച്ച് തെറി പറയുന്നടി. നീ എന്താ ഈ പറയണത്? അച്ഛൻ നല്ല സ്മാർട്ടല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അച്ഛനെക്കുറിച്ചാണോ നീ പറയണത്? അങ്ങനെ തന്നെ വേണം. എന്നിട്ടും ആകാശിൻ്റെ സംശയം അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. അവസാനം മീനാക്ഷി പറയണം, ആകാശം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അച്ഛനെ സ്നേഹിക്കുന്ന മോൻ ആരാന്നറിയോ? അത് ആനന്ദേട്ടൻ തന്നെ. ആര് പറഞ്ഞു? അങ്ങനെയല്ല, എല്ലാവരുടെയും വിചാരം ഇവിടെ ആനന്ദേട്ടനാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ട് അച്ഛനോട്. പക്ഷേ ഏറ്റവും കൂടുതൽ അച്ഛനെ സ്നേഹിക്കുന്നത് ആകാശ് തന്നെയാണ്. ആണോടി? അതെ, ആകാശ് തന്നെയാണ്.
പുറമേ ദേഷ്യം കാണിക്കുന്നതേ ഉള്ളൂ. തിരിച്ച് അച്ഛനോടും 3 മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാന്ന് ചോദിച്ചാലേ അച്ഛനും ആകാശിൻ്റെ പേര് തന്നെ പറയും. ഉറപ്പാണോ മീനാക്ഷി നീ പറഞ്ഞതും? അതേനേ, ഉറപ്പാ. അല്ലെങ്കിൽ നോക്കിയോ, നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹമുണ്ട്. പക്ഷേ അത് തുറന്നു പറയാനും പറഞ്ഞ് പ്രകടിപ്പിക്കാനും ഇത്തിരി മടി കൂടുതലാണ്, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിക്കണം കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സന്തോഷിക്കണം. അന്ന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും ഇവർ അമ്പലത്തിൽ പോവാണ്. നമ്മുടെ അനുമോളില്ല, മിത്രയും മീനാക്ഷിയും കൂടെ അമ്പലത്തിൽ പോവാം. ഇതേ സമയത്ത് രാജശ്രീയും നന്ദിതയും കൂടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാട്ടോ. അപ്പോൾ നന്ദിതയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്. അതുപോലെ രാജശ്രീ നന്ദിതയോട് പറയാണ്, അതെ ഏട്ടത്തി, എന്തായാലും നാളെ തുടങ്ങും നമ്മുടെ അലോകിൻ്റെ കേസിൻ്റെ വിചാരണ. അപ്പോൾ അതിനു മുമ്പായിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എനിക്ക് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിപ്പിക്കണം അവന് വേണ്ടിയിട്ട്. അവൻ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്ത് കാണിച്ചിട്ടാണെങ്കിലും എത്ര വഴിപാട് നടന്നിട്ടാണെങ്കിലും എൻ്റെ മോനെ ഞാൻ പുറത്തിറക്കും. എനിക്ക് ആലോചിച്ചിട്ട് വയ്യ നന്ദിതയെടുത്തി. അവൻ ജയിലിൽ കിടന്ന് പോലീസുകാരുടെ ഇടിയും അടിയൊക്കെ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നിങ്ങനെ പറഞ്ഞു വരുവാണ് കേട്ടോ. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് മീനാക്ഷി മിത്ര എതിരെ വരുന്ന കേട്ടോ. അമ്മയെ കണ്ടോടനെ മിത്ര അമ്മയെന്ന് വിളിക്കുകയാണ്. രാജശ്രീക്ക് അങ്ങോട്ട് ദേഷ്യം വരിക. ആരാടി നിൻ്റെ അമ്മ? ഓ, അവളൊരു അമ്മ ചമഞ്ഞ് വന്നിരിക്കുന്നു. ഇവിടെ ആരും നിൻ്റെ അമ്മയല്ല, ദുഷ്ടത്തി. എടി, നീ ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ അലോക് ഇങ്ങനെ ആയത്. കല്യാണത്തിൻ്റെ തലേ ദിവസം നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അതോടുകൂടി എൻ്റെ അലോകിൻ്റെ ജീവിതം തകർന്നു. അവൻ്റെ കല്യാണവും നടന്നില്ല. അപ്പോൾ തന്നെ നന്ദിത പറയാട്ടോ, അതെ നമുക്ക് പോവാം, സംസാരിക്കണ്ട. എന്താ എടുത്തിയുടെ മോളെ പറഞ്ഞപ്പോൾ എടുത്തിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് അല്ലേ? എടുത്തി ഒന്ന് നിന്നേ, പറയാനുള്ള മുഴുവനും പറഞ്ഞിട്ടേ ഞാൻ പോളൂ. നീ മരിച്ചടി. അവളെ പിണ്ടം വച്ച് ഞങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞതാ. അതുകൊണ്ട് നീ ഇനി അമ്മയെന്നും ഇളയമ്മയെന്നും ഒന്നും വിളിക്കാൻ വന്നേക്കരുത്. ഇളയമ്മ പോലും ബന്ധവും പറഞ്ഞും കൊണ്ട് വന്നേക്കുന്നു. ഞാനേ ഉള്ളുകൊണ്ട് ബലികർമ്മങ്ങൾ നടത്തി. മതി, നിർത്തിക്കോ. അവൾ സംസാരിക്കാൻ വന്നിരിക്കുന്നു പറഞ്ഞ് മിത്രയുടെ മുമ്പിൽ രാജശ്രീ അങ്ങോട്ട് വലിയ ആൾ കളിക്കാട്ടോ. അപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരും കേട്ടോ. മീനാക്ഷി പറയാം, ഹലോ ഒന്ന് നിർത്തിക്കേ. നാവിലെ ലൈസൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് വായി തോന്നുന്നു എന്തും വിളിച്ച് പറഞ്ഞാലേ പല്ലിനായിരിക്കും പ്രശ്നം വരാതെ, മനസ്സിലായോ? ഓ അത് ശരി, അപ്പം നീ എൻ്റെ പല്ലടിച്ച് തകർക്കുമെന്നാണോ ഡി പറയുന്നത് എന്ന് രാജശ്രീ ചോദിച്ചിട്ട് മുന്നോട്ട് ചെന്ന് നിൽക്കുക. എന്നാൽ പിന്നെ നീ അടിക്കടി, അത് കഴിഞ്ഞിട്ട് മതി. അപ്പം നന്ദിത പറയണ, രാജശ്രീ ഒന്നും മിണ്ടാതിരിക്കേ. അപ്പം മീനാക്ഷി പറയാ, ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കേ. ഇവരെന്താ എന്നെ ചെയ്യുന്നതെന്ന് എനിക്കറിയണമല്ലോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, മിത്രയല്ല മീനാക്ഷി. ഇങ്ങോട്ട് ഒന്ന് തന്ന പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് വന്ന് ഞാൻ അങ്ങോട്ട് തരും. എന്താടി പറഞ്ഞത്? കേട്ടില്ലായിരുന്നോ? നിങ്ങളുടെ മകൻ ജയിലിലായെങ്കിലേ അത് അവൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലാതെ വല്ലവരെ ഇങ്ങനെ പറയരുത്. ഇപ്പം നിങ്ങൾ മിത്രയോട് ഇവിടെ കിടന്ന് തിളയ്ക്കുന്ന കണ്ടല്ലോ, ഇതെല്ലാം സ്വന്തം മകനോട് കാണിക്കണമായിരുന്നു. ഇതെല്ലാം തലതിരിഞ്ഞ മക്കളെ കയറൂരി വിട്ടാൽ നാട്ടുകാരെ പിടിച്ച് കെട്ടിയിടും. ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും. അതിനെ കാരണം ആയിട്ടുള്ളവരോട് ഉറഞ്ഞുകൊണ്ടിട്ട് യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞ് മീനാക്ഷി. അപ്പോൾ നന്ദിത പറയാം, മീനാക്ഷി ഒന്ന് നിർത്ത് പ്ലീസ്, മതി. അയ്യോ, ഉടനെ രാജശ്രീ, എൻ്റെ നന്ദിത എടുത്തി ഇവളോടൊക്കെ പോയി പ്ലീസ് പറയാൻ എന്തിനാ? നാണാവുന്നില്ലേ? കള്ളക്കൂട്ടങ്ങളാണ്. നിഴല് പോലെ നിന്ന് ധർമ്മനോട് കാണിച്ചത് എന്താണെന്ന് അറിഞ്ഞൂടെ? ഒരു കള്ളക്കഥ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി. പാവം. എന്നിട്ടേ അന്ന് തന്നെ മിത്ര സ്വർണത്തിൻ്റെ കഥയൊക്കെ നിങ്ങളോട് പറഞ്ഞ് കേൾപ്പിച്ചില്ലേ? അതെല്ലാം വെറുതെയാണ് ഏട്ടത്തി, ഒന്നും വിശ്വസിക്കരുത്. ആ വീട്ടിൽ ചെന്നതോടെ ഇവളും ഒന്നും അതിൻ്റെ കള്ളിയായി. അപ്പോഴത്തേക്കിനെ വീണ്ടും നമ്മുടെ മീനാക്ഷിക്ക് ദേഷ്യം വരട്ടെ. ദേ നിങ്ങൾ ഞാൻ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞ് മിത്ര ഒന്ന് മിണ്ടാതിരിക്കേ. അമ്പലത്തിൻ്റെ നടയിൽ തന്നെ വേണം. അമ്പലത്തിൽ തന്നെ എത്രയോ ശത്രുക്കളെ കൊന്നിട്ടുണ്ട്, ദൈവങ്ങളും ദേവികളും. പിന്നെ ഇവിടെ തന്നെയാണ് നല്ല സ്ഥലം. ഇവരെ പറയേണ്ടത് ഇവിടെ തന്നെ. അപ്പോൾ രാജശ്രീ പറയാട്ടോ, എടി എൻ്റെ അലോകിനെ കോടതി വെറുതെ വിട്ടില്ലെങ്കിലേ രാജശ്രീ ആരാണെന്ന് നീയൊക്കെ അറിയും. അപ്പോൾ മീനാക്ഷി വീണ്ടും പറയാം, അയ്യോ രാജശ്രീ ആരാണെന്നേ നമുക്ക് ഇപ്പം തന്നെ ധാരാളം മനസ്സിലായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കളിയാക്കണം കേട്ടോ. പിന്നെ അലോകിനെ കോടതി ശിക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. പുറത്തിറങ്ങിയ നാട്ടുകാർ തല്ലിക്കൊള്ളും, മനസ്സിലായോ? ജയിൽ ശിക്ഷ വേണോ അതോ വധശിക്ഷ വേണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നിങ്ങനെ മീനാക്ഷി പറയാട്ടോ. അപ്പം തന്നെ അവർ പറയാനുണ്ട്, ആരാ ജയിക്കുന്നത് ആരാ അവസാനിക്കുന്നത് നീ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ മിത്രേ, നീയേ പോലീസിൽ ജോലിക്ക് പോയല്ലേ, ഈ ദേവിയുടെ മുന്നിൽ നിന്നതിന് ഞാൻ ശപിക്കുകയാണ്. ആ ജോലി നിനക്ക് കിട്ടാതെ പോട്ടെ എന്നും പറയാട്ടോ. അതോടുകൂടി നമ്മുടെ നന്ദിത വല്ലാണ്ടായി പോയിട്ടോ. അതുപോലെ മിത്രയും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. പക്ഷേ മീനാക്ഷി ഉടനെ പറയാം, അയ്യോ ഇളയമ്മേ പ്ലീസ് കേട്ടോ, നിങ്ങളെ അവളെ മാത്രം ശപിച്ചാൽ പോരാ, എന്നെയും കൂടെ ഒന്ന് ശപിക്കാവോ? അതെ ഈ മീനാക്ഷി നീ നിന്ന നിപ്പിൽ തന്നെ ഇവിടുന്ന് ഉരുക്കി താഴോട്ട് പോട്ടെ എന്ന് അപ്പം ഞാനങ്ങ് പോട്ടെ. അയ്യോ അല്ലെങ്കിൽ ഭസ്മമാവട്ടെ എന്ന് പറ, ശാപം വലിക്കുമെന്ന് ഇപ്പം തന്നെ അറിയാമല്ലോ എന്ന് പറയാട്ടോ. അവസാനം രാജശ്രീക്ക് ദേഷ്യം വന്ന് മീനാക്ഷിയുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അവർ രണ്ടുപേരും പോവാണ് കേട്ടോ. മിത്ര ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാണ്. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട്, അയ്യേ മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇവരൊക്കെ പറയുന്നത് കോമഡിയായിട്ട് എടുത്താൽ മതി. ഞാനേ അവരുടെ പ്രകടനവും കണ്ട് നല്ല ആസ്വദിക്കുക ചെയ്തത്. ഇതിന് ഇവർക്ക് എന്തോ മാനസിക രോഗമെന്ന് തോന്നുക, ചികിത്സ വേണം, അല്ലാതെ എന്തേ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് മിത്ര മീനാക്ഷിയും കൂട്ടി പോകണുണ്ട് കേട്ടോ. അപ്പോൾ
അങ്ങനെ നമ്മുടെ കൃഷ്ണമംഗലത്താണെങ്കിൽ നമ്മുടെ അച്യുതൻ ഒരാളിനെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ട് ഒരു കട തുടങ്ങണമല്ലോ. പക്ഷെ ധർമ്മൻ അതിനെ എതിർക്കുകയാണ്. ആ നേരത്ത് കമ്പനിയിൽ എന്തെങ്കിലും ജോലി തന്നാൽ മതി, അല്ലാതെ കടയൊന്നും വേണ്ടാന്ന് പറയാട്ടോ. അവസാനം നമ്മുടെ അനന്തം പറയുന്നുണ്ട്, ബാലൻ കട നടത്തുന്നുണ്ട്, ഇനി നീയും കൂടെ കട തുടങ്ങിയാലേ ബാലൻ എന്തെങ്കിലും തോന്നുമെന്നാണോ വിചാരം? അതൊന്നും നീ വിചാരിക്കണ്ട, അങ്ങനെയൊന്നും പേടിക്കണ്ട. എല്ലാവർക്കും അവരുടെ അടുത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങൾ വേണം. നീ കമ്പനിയിൽ നിർത്താൻ നിങ്ങൾക്ക് മടിയൊന്നുമില്ല, പക്ഷേ നിനക്ക് അവിടുത്തെ പണിയൊന്നും അറിയില്ല. കടയാകുമ്പോൾ നീ വർഷങ്ങളായിട്ട് നിന്ന് പരിചയമുള്ള, അതുകൊണ്ട് പരിചയമുള്ള മേഖലയിൽ തന്നെ പോകുന്നത് നല്ലത്. അതുകൊണ്ട് നമുക്ക് കട തന്നെ ഇട്ടുതരാം. അവരങ്ങ് തീരുമാനിക്കുക. അമ്മയും ധർമ്മനോട് പറയുന്നുണ്ട്, ഇവർ പറയുന്നതൊക്കെ ശരിയാണ്, നീ അങ്ങ് സമ്മതിച്ച് കൊടുക്കണം. അപ്പം അവസാനം ധർമ്മൻ മനസ്സിൽ സമ്മതിക്കണം കേട്ടോ. എന്നാലും അവിടെ അച്യുതൻ പറയാ, അല്ലെങ്കിലും ബാലന് തോന്നണം ബാലിന് എതിരാളിയായിട്ട് ഇവൻ വരണമെന്ന്. നല്ലവനായ ധർമ്മനെ കള്ളനാക്കി വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയവനല്ലേ, അതുകൊണ്ട് അവൻ അനുഭവിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാജശ്രീയും അവർ രണ്ടുപേരും കൂടെ വിഷമത്തിൽ ഇങ്ങനെ കയറി വരിക. എന്താ നന്ദിതേ, നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന്. അപ്പോഴാണ് നടന്ന സംഭവങ്ങൾ രാജശ്രീ അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങി കേട്ടോ. ഇതാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡ്. വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്